വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈറ്റമിൻ സി, കാൽസ്യം, അയൺ അങ്ങനെ ധാരാളം മിനറൽസ് അടങ്ങിയ ബ്രോക്കോളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. 4 വലിയ സബോള, 3 തക്കാളി, 3 പച്ചമുളക്, മല്ലിയില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി അല്ലി, 1 ക്യാപ്സിക്കം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ടെടുക്കുക. ഇതിലേക്ക് ചെറിയ പീസാക്കി വെച്ചേക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം മാറാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് മസാലകൾ നോക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകം, കുരുമുളക്, കറുവപ്പട്ട, തക്കോലം, ഏലക്ക, കടുക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഫ്രഷ് ക്രീം. പാൻ വെച്ച് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ പെരുംജീരകം, കുരുമുളക്, കറുവപ്പട്ട, തക്കോലം, ഏലക്ക ഇവയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം കഴിയുമ്പോൾ അതിൽ വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 12 കശുവണ്ടി പരിപ്പ് കൂടി ഇടുന്നുണ്ട്. അതേ പാലിൽ തന്നെ നമുക്ക് സബോള വഴറ്റിയെടുക്കാം. ഉപ്പിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിക്കാം. സബോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം.
ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. സോഫ്റ്റായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്തിട്ട് ഒരു 2-3 സെക്കൻഡ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഒരു തിള വരുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ബ്രൊക്കോളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ